മാസ്റ്റർക്കിന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടോ? ഞാൻ കാടിനകത്താണ് നിൽക്കുന്നത്. ഓക്കെ, ലെറ്റ് us start. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാത്സ് നമ്പർ 1. ഐ എം കുമാർ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മാത്സിന്റെ കുറെ ട്രിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നിങ്ങളൊന്ന് നോക്കുക. കാണാത്തവരുണ്ടെങ്കിൽ എന്റെ ആ ഇത് നിങ്ങളൊന്ന് കാണുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ ഞാൻ CBSE 10th +1 +2 തുടങ്ങിയ ക്ലാസ്സുകളിലെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പിന്നെ മാത്സിന്റെ കുറെ ട്രിക്കുകൾ ഒക്കെ ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുന്നവര് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതല്ല ഇതിനോട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം കുറെ ആൾക്കാർ നല്ല സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ മാത്രമേ ഉള്ളൂ. കണക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞാണ് വീഡിയോ ഇരിക്കുന്നത്. അതിന്റെ കുറെ ചെറിയ ഭാഗങ്ങളായിട്ട് ഞാൻ കണക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനായിട്ടുള്ള മെത്തേഡുകളൊക്കെയാണ് ഞാൻ ഇത്. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണുക. മാത്രമല്ല നിങ്ങളുടെ കുട്ടികളെ ഇത് മസ്റ്റായിട്ടൊന്ന് കാണിക്കുക. അവരത് ആ രീതിയിൽ പഠിപ്പിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മാത്സ് ട്രിക്കിനകത്താണ് ഞാൻ 2 ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് മാത്സ് ട്രിക്കുകൾ എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗങ്ങൾ ഇടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ക്ലാസിന്റെ ഇത് ഇടുന്നുണ്ട്. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അത് ഞാൻ പറഞ്ഞു പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ് കൊണ്ട് തുടങ്ങുന്നത് 2 കാര്യങ്ങളാണ്. കുട്ടികളെല്ലാം ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യകൾ കൂട്ടുക കുറയ്ക്കുക. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയമാണ്. രണ്ടാമത്തെ കാര്യം റൂട്ട് കാണുക. അപ്പൊ റൂട്ട് കാണുന്ന ഇതൊക്കെ വരുമ്പോഴത്തേക്ക് √3, √5, √15 കുറച്ച് √3, √2 വാല്യൂസ് ഒക്കെ √15 എന്നാൽ എങ്ങനെയാണ് നമ്മൾ കാണുക. പെർഫെക്റ്റ് റൂട്ടിന്റെ പെർഫെക്റ്റ് സ്ക്വയർ തരികയാണെങ്കിൽ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇതൊക്കെ നമുക്ക് കുട്ടികൾക്ക് മിക്കവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത്, ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അതിനകത്ത് ആദ്യത്തെ ഇത് ഞാൻ പറയുന്നത് ഫ്രാക്ഷൻസ് കാണുമ്പോൾ കുട്ടികൾ, എനിക്ക് വ്യക്തമായിട്ട് ഞാൻ +2 പഠിക്കുന്ന പിള്ളേർ വരെ ഡിഗ്രി അടുത്ത് മാത്സിന് വേണ്ടിയിട്ട് ട്യൂഷൻ വരുന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ട്. അവർ ചെക്ക് ചെയ്യും. ഈ ഫ്രാക്ഷൻ കാണുമ്പോൾ നമുക്ക് പേടിയായി എങ്ങനെ ഇത് ചെയ്യേണ്ടി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഫ്രാക്ഷൻ ഒക്കെ. പക്ഷെ ഫ്രാക്ഷൻ ഡെസിമൽ ഒക്കെ കണ്ടു കഴിയുമ്പോൾ കുട്ടികൾ അപ്പാടെ ഭയന്ന് പോവുകയാണ്, അത് ചെയ്യത്തില്ല. പിന്നെ PSC ചില ഇതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ PGക്കാർ തെറ്റിച്ച് വിടുന്ന മാത്സ്. ഇതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അവർ ചെയ്യുന്ന കണക്കുകൾ തെറ്റാണ്, തെറ്റിപ്പോകുന്നുണ്ട്. മാർക്കില്ല. അപ്പൊ നമുക്ക് ആ മാത്സിന്റെ ആ ഒരു ബേസ് അവർക്ക് ചിന്തിക്കുന്നില്ല. അവിടെയാണ് അവർക്ക് പറ്റുന്നത് ഈ കുഴപ്പം. ഓക്കെ, നമുക്ക് നോക്കാൻ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിൽക്കുന്നില്ല. നമുക്ക് നേരെ പോകാം, അങ്ങോട്ടേക്ക് പോകാം. ഫ്രാക്ഷൻസ് ചെയ്യുന്ന എങ്ങനെ പോകാം. ഓക്കെ, ഇതാ നമുക്ക് നോക്കാൻ. ഞാൻ പറഞ്ഞ ഫ്രാക്ഷനിലേക്ക് നോക്കാം. ഞാൻ A/B + C/D ആ ആൺരൂപത്തിലായിരിക്കും ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ വരുന്നത്. ഇങ്ങനെ ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ വരുമ്പോൾ നമ്മളിവിടെ പണ്ട് നമ്മൾ MCA കണ്ടുപിടിച്ച് ചെയ്യുന്നു. MCA കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യപ്പെടുന്ന നിസ്സാരമായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെറ്റീരിയൽസ് എന്താ ചെയ്യുക. ഇവിടെ ഇതാണ് ഡയഗണൽ ആയിട്ട്, ഇത് കോഡയഗണൽ. അപ്പൊ ഈ ഡയഗണൽ ആയിട്ട് കിടക്കുന്ന സംഖ്യകൾ മൾട്ടിപ്ലിക്കേഷൻ A × ഇവിടെ കിടക്കുന്ന പ്ലസിനുമാണ് ആ പ്ലസ് സൈനോടെ കൊടുക്കുന്നത്. B ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമുക്ക് ആൻസർ ആയി. നിങ്ങൾ നോക്കുക, ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഫ്രാക്ഷൻ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് പിന്നീട് മനസ്സിലാക്കുക. ഉദാഹരണമാണെങ്കിൽ ഞാൻ ഉദാഹരണം എഴുതാം. നോക്കുക, 1/2 പ്ലസ് എത്രയാണ് 1/3. സിമ്പിൾ ആയിട്ടുള്ളത് തന്നെ നമുക്ക് തുടങ്ങാം. 1/2 + 1/3 എങ്ങനെയാണ് ഇത് ചെയ്യുക? കുട്ടികളെ ബാക്കിയുള്ള കണക്കിൽ ചെയ്യപ്പെടും. ഡയഗണൽ എലിമെന്റ്സ് മനസ്സിലാക്കുക. ഡയഗണൽ എലിമെന്റ്സ് ഏതൊക്കെ ഇവിടെ വരിക? 1 × 3 അല്ലെ. അപ്പൊ ഞാൻ ഇടുന്നു 1 × എത്രയാണ് 1 × 3. ഇവിടെ സൈൻ ഏതാണ്? പ്ലസ് ആണ്. പ്ലസ് 4 ഡയഗണൽ എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2 × all divided by 2 × 3. കണ്ടോ? ഇപ്പൊ ഇതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി മൾട്ടിപ്ലൈ ചെയ്തിരുന്നത് ഈസി അല്ലേ? 3 × 3 3 + 2 × 1 2 divided by 2 × 3 6
ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ബൈ ഇതാണ് നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷന്റെ ആൻസർ 1/2 പ്ലസ് 1/2. അപ്പൊ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, 3 വന്ന് കിട്ടിയത് ഇതിൽ കൂടുതലെണ്ണം വരികയാണെങ്കിൽ എന്താ ചെയ്യുക? LCM കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതേ മെത്തേഡ് തന്നെ അവളെ 2 ചെയ്യുക, അതും അടുത്തൊന്നും വരും. അപ്പൊ കുറച്ച് എളുപ്പമുണ്ട്. നോക്കാം, ഞാൻ പിന്നീട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത് നോക്കുക. അപ്പൊ 1/2 പ്ലസ് 1/3 നമുക്ക് എത്ര കിട്ടി? 5/6 എന്ന് കിട്ടി. അടുത്ത ഒരു ഫ്രാക്ഷൻ ഞാൻ എഴുതുന്നു, ഇത് 1. സെക്കൻഡ് ഫ്രാക്ഷൻ ഞാൻ എഴുതുന്നു 2. എഴുതുന്നത് 2/5 പ്ലസ് 3/7. 2 ഫ്രാക്ഷൻസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഇതെങ്ങനെയാണ് ഫ്രാക്ഷൻ ചെയ്യുന്നത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 2 into 7 ഈ ഒന്നും ഞാൻ അതേ രീതിയിൽ എഴുതുകയാണ്. അങ്ങനെ എഴുതില്ല. 2 into 7 പ്ലസ് 5 into 3 divided by denominator 5 into 7. That is equal to 2 into 7, 14 plus 15 divided by 5 into 7, 35. That is equal to 29 divided by 35. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്തതായിട്ടൊന്നുമില്ല, കാരണം പ്രൈം ആണ് കിട്ടും. അതുകൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്ന ഇതാണ് 29/35. അതുപോലെ കൂടെ ക്യാൻസൽ ചെയ്ത് കാണിക്കാം. ഇതേ നോക്കാം നിങ്ങൾ 3/5 പ്ലസ് 15/7. 3/5 പ്ലസ് 15/7. ഇതേ മെത്തേഡ് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. 7 into 3 20 പ്ലസ് 15 into 5. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടി ഇപ്പം മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കാണാത്തവരുടെ കണ്ടിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക, അല്ലാത്തവര് തിരിച്ചൊന്ന് കാണും. അപ്പൊ ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. 15 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതും എന്താണ് മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു. തരുന്ന സംഖ്യ 10 കൊണ്ട് ഗുണിക്കായിട്ട് 11 കൂട്ടുകയാണ്. അപ്പൊ 15 into 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 15 5 into 10 50 ആണ്. അതിലൂടെ 50 11 75. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും 5 into 5 25 into 5 2 5 into 1 5 into 1 5 പ്ലസ് 75. അപ്പൊ ഇവിടെ എത്ര വന്നു? 75. ഏതൊക്കെയാ ഗുണിച്ചത്? ഇതിങ്ങനെ divided by denominator 5 into 7 35. numerator ആദ്യം ചെയ്യുമ്പോൾ 96 divided by എത്രയാണ്? 35. കണ്ടോ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ഫ്രാക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ കുട്ടികളെ ആവശ്യപ്പെട്ട് തിരിയപ്പെടുന്ന പട്ടിക ചെല്ലുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് ചില കുട്ടികൾക്കൊക്കെ വരുന്നുണ്ട്. കണക്ക് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. നമുക്ക് പട്ടിക നമ്മൾ ഓർമ്മയിൽ നേട്ടാം. അതിനകത്ത് 9ന്റെ ടേബിളിന്റെ ഓർത്തിരിക്കാൻ വേണ്ടി 2 സൂത്രമുണ്ട്. അത് ഞാനൊന്ന് പറയാം. ഒന്ന്, നമുക്ക് എഴുതാതെ തന്നെ 9ന്റെ ടേബിൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞിട്ട് കാര്യം ഇതാണ്. 9ന്റെ ടേബിൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? 9ന്റെ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 2 നമ്മുടെ 10 വിരലുകൾ കൊണ്ട് നമുക്ക് 9ന്റെ ടേബിൾ നമുക്ക് പറയാം. അതായത് 10 വിരൽ നമ്മൾ ഇങ്ങനെ വെക്കുന്നത്, ഈ 1ാമത്തെ വിരൽ നമ്മൾ മടക്കും. അതാണ് 1 into 9. 1 into 9 എത്രയാണ്? ഈ വിരലിൽ എഴുതി നോക്കുക. ഇവിടെ 4, ഇവിടെ 5. അപ്പൊ 1 into 9 എത്രയായിരിക്കും? 9 ആയിരിക്കും. അത് 2ാമത്തെ വിരൽ നമ്മൾ മടക്കുക, ഈ വിരൽ. അപ്പൊ 2ാമത്തെ വിരൽ മടക്കുമ്പോഴത്തേക്ക് 2 ആണ്. വിരൽ ഏതാണോ മടക്കുന്നത് അതുകൊണ്ട് 2ന്റെ മടക്കി ചെയ്യാം. അപ്പൊ 2 into 9 എത്രയെന്ന് വെച്ചാൽ ഇവിടെ 1. ഇപ്പോഴത്തെ എത്ര വിരലുണ്ട്? 8 വിരല് അല്ലെ? അപ്പം 18. അല്ല, 3ാമത്തെ വിരൽ നമ്മൾ മടക്കുക. അപ്പം 3ാമത്തെ വിരൽ മടക്കുന്ന 3 ആണ്. തേർഡ് ഇതാണ് 3 into 9. 3 into 9 ഇവിടെ 2 ഫിംഗേഴ്സ്, ഇവിടെ 7. അപ്പം 27. 4 into 9 4th വിരല് മടക്കുക. അപ്പൊ ഇവിടെ 3, ഇവിടെ 6, 36. പിന്നെ അടുത്ത 5 into 9 5ാമത്തെ വിരൽ മടക്കുക. 5ാമത്തെ വിരൽ മടക്കിയാൽ അതിന്റെ എണ്ണം ഇങ്ങോട്ടേക്കുള്ളത് 4, ഇവിടെ 45. 6ാമത്തെ വിരൽ മടക്കുക. കണ്ടോ? 6ാമത്തെ വിരൽ മടക്കുക. ഇവിടെ 3, 5, ഇവിടെ 4, 55.
4. ഏഴാമത്തെ കല്ല് മടക്കുക. കണ്ടോ? ഏഴാമത്തെ കല്ല് മടക്കി ഇവിടെ എത്രയുണ്ട്? 6. ഇവിടെ എത്രയുണ്ട്? 3. 62. എട്ടാമത്തെ കല്ല് മടക്കുക. കണ്ടല്ലോ? ഇവിടെ എത്ര വന്നു? 7. ഇവിടെ 2. 72. 9ാമത്തെ കല്ല് മടക്കുക. കണ്ടോ? 8. 83. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും 10 × 9 90 ആണ്. 10 × 9 90 ആണ്. ബാക്കി വരെയുള്ളത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക 3 × 9 എത്രയാണ്? ഇങ്ങനെ പിടിച്ചിട്ട് 3ാമത്തെ കല്ലൊക്കെ മടക്കുക. 3 × 9 കണ്ടോ? 27 അല്ലെ? 6 × 9 എത്രയാണ്? ഇങ്ങനെ പിടിക്കുക. 6ാമത്തെ കല്ലൊക്കെ മടക്കുക. കണ്ടല്ലോ? 54. 7 × 9 എത്രയാണ്? 7ാമത്തെ കല്ല് മടക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ. അപ്പൊ എത്ര കിട്ടി? 63. 9ന്റെ ടേബിള് നമുക്ക് വേറെ എഴുതാം. ഇതുപോലെ തന്നെ 9ന്റെ ടേബിള് നമുക്ക് എഴുതിയെടുക്കാം. എഴുതിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ താഴെ ഇന്ത്യ ബന്ധത്തെ കൂടി വരികയാണ് 9ന്റെ ടേബിള്. നമുക്കറിയാവുന്ന കാര്യമാണ്. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മിക്കവർക്കും അറിയാവുന്നതാണ്. 9ന്റെ ടേബിള് വളരെ എളുപ്പമാണ്. 1 × 9 എത്രയായിരിക്കും? നമുക്കറിയാം 9 ആണ്. 2 × 9 എത്രയാണ്? 2 × 9 എന്ന് പറയുന്നത് 18 ആണ്. പിന്നെ 3 × 9. ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ യൂണിറ്റ് ബേസിൽ കിടക്കുന്നത് കുറഞ്ഞു വരും. 10ന്റെ ബേസിൽ കിടക്കുന്നത് കൂടി വരും. അതാണ് 9ന്റെ പ്രത്യേകത. 3 × 9. ഇവിടെ 1 ആണെങ്കിൽ ഇന്ന് തൊട്ട് താഴെ 2 ആകും. ഇവിടെ 8 ആകുമ്പോൾ 7 ആണ്. അതായത് യൂണിറ്റ് പ്ലേസിലുള്ളത് കുറഞ്ഞു വരും. 1ന്റെ പ്ലേസിലുള്ളത് കൂടി വരും. അടുത്ത 4 × എത്രയാണ്? 9. 4 × 9 = ഇവിടെ എത്ര വരും? 3. ഇവിടെ 36. അടുത്തത് 5 × 9 കണ്ടോ? 5 × 9 ഇവിടെ കൂടി വരും 40. ഇവിടെ എത്ര വരും? കുറഞ്ഞു വരും 45. അടുത്തത് 6 × 9. 5 4 എന്നുള്ള എത്രയായിട്ട് മാറി? 5 ആയിട്ട് മാറി. ഇവിടെ എത്രയായിട്ട് മാറി? 4 ആയിട്ട് മാറി. അടുത്തത് 7 × 9. 7 × 9 എന്ന് പറയുമ്പോൾ ഇത് കൂടും 63. അടുത്തത് 8 × 9. 8 × 9 എന്ന് പറയുമ്പോഴത്തേക്ക് 72. അടുത്തത് 9 × 9 that is equal to 81. പിന്നെ വരുന്നത് 10 × 9 ആണ്. that is 90. കേട്ടോ? അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എഴുതിയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. എഴുതുമ്പോൾ ഇത് 1 2 3 4 9 വരെ വരും. ഇവിടെ 9 8 7 6 5 4 3 2 1. ഇതാണ് 9th ടേബിൾ കണ്ടുപിടിക്കുന്നതിനുള്ള പുതിയ കുട്ടികൾക്കൊക്കെ ഇനി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ കണക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേയുള്ളൂ. നോക്കാണ്ട് ഇത് ഫ്രാക്ഷൻസിന്റെ സബ്ട്രാക്ഷൻ അല്ലെ? അപ്പൊ ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. പിന്നെ ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനലിലേക്ക് നിങ്ങൾ നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രീവിയസ് ക്ലാസ്സുകളിലെ ഇതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കി അതിനകത്ത് കയറാൻ പറ്റുന്നതായിരിക്കും. നോക്കുക, സബ്ട്രാക്ഷൻ ചെയ്തത് ഇതുപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് സബ്ട്രാക്ഷൻ. ഈ ക്ലാസ്സുകളെല്ലാം കുഞ്ഞു ക്ലാസ്സിലെ അതായത് 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. പഠിപ്പിച്ചു വരുമ്പോഴത്തേക്ക് ഇത് +1 +2 ഡിഗ്രി ലെവലിലുള്ളവർക്ക് പോലും അറിയില്ല എന്നുള്ളൊരു ഫാക്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം മിക്കതും അറിയാമെന്നുള്ള ധാരണയോട് കൂടി നടക്കുന്നുണ്ട്. കണക്ക് കൊടുത്തിരിക്കാൻ ചെയ്യത്തില്ല, അവർക്ക് അറിയില്ല. അതാണ് അതിന്റെ ശരിക്കുള്ള കാര്യം. അവിടെ അതാണ് മിക്കവരും ഈ എക്സാമിനേഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഹൈലി ക്വാളിഫൈഡ് ഒക്കെയാണ്, എംകോം എംഎസ് ഒക്കെയാണ്. പക്ഷേ അവർക്ക് നിസ്സാരമായിട്ടുള്ള കണക്കുകളൊക്കെ ചെയ്യാൻ അറിയില്ല. ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട് ഇതല്ലേ ഉത്തരം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോ ഒരു ഡിജിറ്റാണല്ലോ, എങ്ങനെയാണ് ഇതിങ്ങനെ ആവുന്നത്? അതായത് ശ്രദ്ധിക്കാറില്ല, ചെയ്യാറില്ല, അപ്പോഴത്തെ നമ്മൾ തെറ്റിക്കാറുണ്ട്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിപ്പിക്കണം. ഈ കണക്കിന്റെ ആ ഭയം, നമുക്ക് കണക്കിനുള്ള ഭയം ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നോക്കുക. അടുത്ത ഇതാണ് സബ്ട്രാക്ഷന്റെ ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ സബ്ട്രാക്ഷൻ ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ എടുത്തേക്കാം. എക്സാമ്പിള് എത്രയാണ്? 2/5 -1/. കേട്ടോ? 2/5 -1/3. എൽസിയൊക്കെ എടുത്ത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അറിയാൻ വയ്യാത്തവർക്കുള്ള എളുപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. നോക്കുക, ഈ ഡയഗണൽ എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 3. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു 2 × 3. ഇതൊന്നും ഇനി എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് പറയുന്നത് എഴുതും. 2 × 3 -5 × 1. അപ്പൊ 1 × 5. ഡിനോമിനേറ്ററിൽ എന്ത് വരും? ഇത് രണ്ടോ മൾട്ടിപ്ലൈ ചെയ്യും. ഏത്? 5 × 3. അപ്പൊ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നു 5 × 3. That is equal to 6 - 5 divided by എത്രയാണ്?
16. 6 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 1/15. ഇതാണ് മാത്സ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കിട്ടി ഇത് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്കത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഒരു കണക്കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കാം. ഒരൊറ്റ കണക്കൂടെ നിങ്ങൾ നോക്കുക. സബ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കണക്ക്. ഇപ്പൊ ഏതാ നമുക്ക് എഴുതാം? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 7/8 മൈനസ് ഒരു 15/7. 15/7. അപ്പൊ ഇതൊരു ഫ്രാക്ഷൻ ആണ്. സബ്ട്രാക്ട് ചെയ്യാനായിട്ടാണ് കിടക്കുന്നത്. 7/8 മൈനസ് 15/7. എങ്ങനെ ഇത് നമുക്ക് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഇവിടെ നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് രണ്ടുകൂടെ ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടും 7 ഇൻറ്റു എത്രയാണ്? 70. 7 ഇൻറ്റു 70 മൈനസ് ഇത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 8 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു 8 ഇൻറ്റു എത്രയാണ്? 8 ഇൻറ്റു 17 ആണ്. അതുകൊണ്ട് തന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ് മൾട്ടിപ്ലിക്കേഷന്റെ. ഇത് ഞാനിത് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. 7 ഇൻറ്റു 7 49 ആണ്. 49 9 and remainder 4. 1 into 7 7. 7 plus 4 11. അപ്പൊ മൾട്ടിപ്ലൈഡ് 9 മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ പകുതി കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 8 into 10 80 ആണ് അല്ലെ? 80. അതിന്റെ പകുതി എടുക്കുക 40. 80 plus 40 120. അപ്പൊ ഇതിന്റെ എത്രയാണ്? 120. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക? മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 120 ഡിവൈഡഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 8 into 7 56. 56 6 റിമൈൻഡർ 5. 1 into 8 8. 8 plus 5 30. 136. That is equal to. അപ്പൊ നമുക്ക് ഇത് കുറയ്ക്കണം. 190 മൈനസ് 120. 190 മൈനസ് 120 എന്ന് പറഞ്ഞാൽ 120യിൽ നിന്നും 190 കുറച്ചാൽ 1 ആണ് അല്ലെ? 120ൽ നിന്നും 119 കുറച്ചാൽ 1 കിട്ടത്തുള്ളൂ. അപ്പൊ തിരിച്ചു കുറയ്ക്കുകയാണെങ്കിൽ -1 ആണ്. -1 എത്രയാണ്? 136. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്തത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് രണ്ടിതാ പറഞ്ഞ ഫ്രാക്ഷൻ ആഡ് ചെയ്തു പറഞ്ഞു, സബ്ട്രാക്ഷൻ ടൈപ്പ് പറഞ്ഞു. ഇനി ഞാൻ അടുത്ത പറയുന്നത് റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. എങ്ങനെയാണ് റൂട്ട് കണ്ടുപിടിക്കാൻ? കഴിഞ്ഞ ദിവസം ഞാൻ ഫൈൻഡിംഗ് സ്ക്വയർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. എന്നാൽ റൂട്ട് കണ്ടുപിടിക്കുന്നത് 2 മെത്തേഡാണ് റൂട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഒന്ന് ഡിവിഷൻ മെത്തേഡ്, 2 ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പൊ ഞാനിവിടെ ഡിവിഷൻ മെത്തേഡുള്ളതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. കാരണം എന്താ, ഡിവിഷൻ മെത്തേഡ് കുറെ എണ്ണത്തിന്റെ റൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു നമുക്ക് കാൽക്കുലേറ്ററോ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങൾക്ക് അറിയാം ഇപ്പോഴത്തെ എക്സാമിനേഷൻ ഒക്കെ പോകുമ്പോഴത്തേക്ക് യാതൊരു കാരണവശാലും അവർ കാരണം ചെയ്യുന്നില്ല. ഇപ്പം UPSC ആയിക്കോട്ടെ, PSC പല ടെസ്റ്റുകളായിക്കോട്ടെ, ഇതിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈവൻ ഒരു വാച്ച് കൂടി അവരെ കേട്ടാൻ നിർദ്ദേശിച്ചില്ല. അപ്പൊ അതൊക്കെ തന്നെ ചെയ്യണം. പ്ലസ് കഴിഞ്ഞ പിള്ളേരെ DD പോകുമ്പോൾ അങ്ങനെ ഓരോ ഇതിന് പോകുമ്പോൾ അവർക്ക് റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ ഓരോന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് അവർ അതുപോലെ തന്നെ എഴുതിയിട്ട് ചെല്ലുമ്പോൾ ചിലർക്ക് എത്രയാണ് ഇതിന്റെ റൂട്ട് കറക്റ്റ് ആണോ, ഇതിന്റെ റൂട്ട് എങ്ങനെയാണ്, പെർഫെക്റ്റ് റൂട്ട് ഉള്ളതിന്റെ പോലും റൂട്ട് കണ്ടുപിടിക്കാൻ അവർക്ക് അറിയില്ല. അവർ പിന്നീട് വിളിച്ചു നോക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ പെർഫെക്റ്റ് റൂട്ടിന്റെ ഒരെണ്ണത്തിലേക്ക് ഞാൻ പറയാം. ഇപ്പം പെർഫെക്റ്റ് റൂട്ട് പറയുകയാണെങ്കിൽ 784. ഏതാണ് 784ന്റെ റൂട്ട് 784. അതിന്റെ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് 784. ഈ 784 റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? പെർഫെക്റ്റ് റൂട്ടാണ്. അപ്പൊ പെർഫെക്റ്റ് റൂട്ട് ഉള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് നോക്കാം. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? 784 റൂട്ട് എഴുതുന്നുണ്ട്. ഡിവിഷൻ മെത്തേഡിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ഫൈനാണ് നീട്ടി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 സ്ഥാനത്ത് നമ്മൾ മാറ്റി പ്ലേസ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 പ്ലേസ് ആയി 84 7 സംഖ്യ 2 മാറ്റി. ഇനി ഈ 7ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? അതാണ് നമ്മൾ എഴുതിയത്. 7ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ മറ്റു രീതി പറയാം. ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 7ഓ 7 താഴെയോ ഉടൻ അവരും നോക്കുക. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 7ഓ 7 താഴെ ഉടൻ അവരും. അപ്പൊ നമ്മൾ 3 ആണ് എടുക്കുന്നത്. 3 into 3 9 വരും. ഇവിടെ 9 ഇല്ല, 7 ഉള്ളൂ. അപ്പൊ 3ക്ക് താഴെ എടുക്കാൻ പറ്റും. 2 into 2 എത്ര വരും? 4. അപ്പൊ നമ്മൾ 2 കൊടുക്കുന്നു.
ഡിവിഷൻ ചെയ്യുന്ന അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 2 into 2 എത്ര എഴുതി 4 ഇതിന്റെ കാര്യം എഴുതി ഈ 7 അകത്തുനിന്ന് ഈ 4 സബ്ട്രാക്ട് ചെയ്യുന്നു നമുക്കിവിടെ 3 കിട്ടുന്നു. ഇനി നമ്മൾ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണോ ആ സംഖ്യയെ നിങ്ങൾ 2 കൊണ്ട് ഗുണിച്ചിട്ട് വേണം എഴുതാൻ. അതായത് ആ സംഖ്യയുടെ ഇരട്ടിയാണ് നമുക്ക് ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ. അപ്പം 2 into 2 ഈ സംഖ്യകളെ നേരത്തെ എഴുതുന്നു. എത്ര എഴുതണം? ഇവിടെ നമുക്ക് എഴുതാൻ പറ്റിയ സംഖ്യ 4 ആണ്. 2 into 4. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇറക്കി എഴുതാൻ എന്തെങ്കിലും റേറ്റ് ഉണ്ടോ? ഉണ്ട്. ഏതുണ്ട്? 84 ഉണ്ട്. ഈ 84 ഞാൻ താഴെ ഇറക്കി എഴുതുകയാണ്. അപ്പൊ ഇവിടെ എത്രയായിട്ട് മാറി? 384 ആയി. ഓക്കെ, നമുക്ക് 384 ഇവിടെ കിട്ടി. അതിന് ഡിവൈഡ് ചെയ്യാൻ 4 ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രമിച്ചു നോക്കുക. ഈ 4 വലത് ഭാഗത്ത് അഥവാ യൂണിറ്റ് പ്ലേസിൽ ഒരു ഡിജിറ്റ് ചേർക്കുക. ആ ഡിജിറ്റ് ചേർക്കുമ്പോൾ ഇത് 41, 42, 43 അങ്ങനെ കിട്ടും. ആ ഡിജിറ്റ് ചേർത്തിട്ട് ആ ഡിജിറ്റ് കൊണ്ട് തന്നെ അതിനെ മൾട്ടിപ്പിൾ ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ അത് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്ക് നോക്കാറുണ്ട്. ഇവിടെ 4 വരുന്നു. ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്താൽ 4 വരും? നമുക്കറിയാം 4 യൂണിറ്റ് പ്ലേസിൽ 4 വരേണ്ട ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്യാൻ 4 ആണ്. വീണ്ടും ഒരു സംഖ്യ 8 into 8 64 ആണ്. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ ഏത് വരും? 4 വരും. അപ്പൊ 2 into 2 4 എടുക്കാം, അല്ലെങ്കിൽ 8 into 8 64 വരാം. ഞാൻ ഇതിന്റെ വലതുഭാഗത്ത് ഏത് സംഖ്യ ആക്കുന്നു അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യണം. വലതുഭാഗത്തെ 2 ചേർക്കുകയാണെങ്കിൽ ഇത് 42 ആയിട്ട് മാറും. 42 ആണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുന്ന ഏത് കൊണ്ടേ ഉള്ളൂ? 2 കൊണ്ടേ ഉള്ളൂ. അപ്പൊ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എത്രയും കിട്ടുന്നുള്ളൂ? 84 കിട്ടത്തുള്ളൂ. അതല്ല ഇവിടെ വന്നിരിക്കുന്നത് 384 ആണ്. അപ്പൊ 2 അല്ല, 2വിനേക്കാൾ വലിയ സംഖ്യ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ 2 എന്നുള്ളത് മാറ്റി. ഇനി നമുക്ക് വരാൻ പറ്റുന്ന ഏതാണ്? 4 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് 8 ആണ്. 8 into 8 എത്ര കിട്ടും? 64 വരും. 4 വരും. അതുകൊണ്ട് ഈ 4ന്റെ വലത് ഭാഗത്ത് ഞാൻ 8 എഴുതി. 48 into 8 നോക്കുക. 8 into 8 64 നമ്മൾ എത്ര എഴുതി? 4 എഴുതി. റിമൈൻഡർ എത്രയുണ്ട്? 6. 8 into 4 എത്ര വന്നു? 32 പ്ലസ് 6 38. അപ്പൊ നമുക്ക് കിട്ടി എത്ര കിട്ടി? 38 എന്ന് കിട്ടി. നോക്കാം. പിന്നെ ചേർക്കേണ്ട നമ്പർ ഏതാണ്? ഡിജിറ്റ് ഏതാണ്? 8. 8 കൊണ്ട് 8 ചേർത്തപ്പോൾ ഇവിടെ 8 എഴുതി. 48 8 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ഇവിടെ ഞാൻ എഴുതി 384. റിമൈൻഡർ വല്ലതും ഉണ്ടോ? ഇല്ല. ഇറക്കി എഴുതാൻ വല്ലതും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട് എത്രയാണ്? റൂട്ട് 784 എന്ന് പറയുന്നതിന്റെ റൂട്ട് എത്രയാണ്? 28 ആണ്. കണ്ടോ, ഡിവിഷൻ മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചു 28. നമുക്കൊരു കണക്ക് ചെയ്ത് കാണിക്കട്ടെ. ഇപ്പോൾ തന്നെ നോക്കുക. അടുത്തൊരു കണക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. റൂട്ട് 1369. ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോഴേ പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കണ്ടെത്താം. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഞാൻ ഇവിടെ എഴുതുകയാണ്. എത്ര? 1369. എന്നിട്ട് ഇതിനെ ഞാൻ ഡിവിഷൻ മെത്തേഡ് ചെയ്യുകയാണ്. ഇതെങ്ങനെയാണ് നീട്ടി വരയ്ക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം 2 സ്ഥാനം വെച്ച് ഇതിനെ തിരിക്കണം, അല്ലെ? എവിടെ നിന്ന്? റൈറ്റ് സൈഡിൽ നിന്നും. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ കൊണ്ടു. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 13 കിട്ടി. ഒരു സംഖ്യ അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 13 അത് കുറവോ ആയ സംഖ്യ കിട്ടണം. അപ്പൊ നമുക്ക് അഥവാ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. നമുക്ക് എടുക്കാൻ പറ്റുന്ന 3 ഉള്ളൂ. 3 into 3 9. 4 എടുത്താൽ 4 into 4 16 വരും. ഇവിടെ 13 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് 3 ആണ്. ഓർത്തിരിക്കുക, 3 എടുക്കുന്നതിനുള്ള കാരണം ഇതാണ്. 3 into 3 ഇവിടെ എടുക്കുന്ന ഏതാണോ അത് തന്നെ ഡിവിഷനിൽ എഴുതണം. അപ്പൊ 3 into 3 എത്ര വരും? 9 വരും. ഇനി ഞാൻ ചെയ്യുന്നത് ഈ 13 നിന്ന് 9 കുറയ്ക്കും. 9 പോയാൽ എത്രയാകും? 4 ആകും. ഇതിന്റെ ഇരട്ടി ഈ അടുത്ത 2 സ്ഥാനം താഴെ ഇറക്കി എഴുതി. എത്രയാണ്? 69 ആണ്. ഈ കിട്ടിയിരിക്കുന്ന ഏതാണോ അതിന്റെ ഇരട്ടി അഥവാ അതിന്റെ 2 കൊണ്ട് ഗുണിച്ചാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 2 into 3 എത്ര വരും? 6 വരും. നിങ്ങൾ ഇനി നോക്കുക. 6 കിട്ടിക്കഴിഞ്ഞാൽ 6ന്റെ റൈറ്റ് സൈഡിൽ ഒരു സംഖ്യ ചേർത്തിട്ട് അതേ സംഖ്യ തന്നെ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ ഇവിടെ 469 അത് കുറവ് കിട്ടണം. അപ്പൊ നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന 9 ആണ്. ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്താൽ യൂണിറ്റ് ബേസിൽ 9 വരും. 3 into 3 9 ആയിരിക്കും. ഇനി ഒരു സംഖ്യ ഉണ്ട്, ഏതാന്നല്ലേ? 7 into 7 49. അവിടെയും നമുക്ക് എത്ര വരും? 9 വരും. അപ്പൊ നമുക്കിവിടെ 3 ചേർത്ത് കഴിഞ്ഞാൽ വരത്തില്ല എന്നുള്ളത് ഏകദേശം ഒരു ധാരണ വെച്ച് നമുക്കറിയാം. 3 ആണ്, 63 ആണ്. 63 into 3 എന്ന് പറയുമ്പോഴത്തേക്ക് 189 എടുത്തോളൂ. അടങ്ങിയല്ല.
അതുകൊണ്ട് ഞാൻ 7 ചേർത്ത് നോക്കുകയാണ്. നോക്കുക, 6ന്റെ വലതുഭാഗത്ത് ഞാൻ ചേർത്തു. എത്ര ചേർത്തു? 7 ചേർത്തു. 67 into 7 മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. 7 into 7 49, 9 റിമൈൻഡർ 4, 7 into 6 എത്രയാണ്? 42 പ്ലസ് ദാറ്റ് 4, 46. കൃത്യം വരുന്നുണ്ടല്ലോ. എത്ര ചേർത്തപ്പോൾ? 7 ചേർത്തപ്പോൾ. അതുകൊണ്ട് 7 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്തു. എനിക്ക് എത്ര കിട്ടി? 469 കിട്ടി. റിമൈൻഡർ വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 37 ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എത്രയാണ്? റൂട്ട് തുറന്ന് എത്ര വരും? 37 വരും. കണ്ടോ? അപ്പൊ ഇതിന്റെ റൂട്ട് 1369 ആണ്. ഞാൻ ഒരു കണക്കൂടെ ഇത്തരം ചെയ്യാം. എന്നിട്ട് പെർഫെക്റ്റ് സ്കോർ അല്ലാത്തത് നമുക്ക് ചെയ്യാം. ഒരു കണക്കൂടെ നമുക്ക് അടുത്തൊരു കണക്ക് ഞാൻ എഴുതിയിരിക്കുന്നു. റൂട്ട് 1369 ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോഴേ പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് കണ്ടെത്താം. ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഞാൻ ഇവിടെ എഴുതുകയാണ്. എത്ര? 1369. എന്നിട്ട് ഇതിനെ ഞാൻ ഡിവിഷൻ വരികയും ചെയ്യുകയാണ്. ഇതെങ്ങനെ ഞാൻ എഴുതി വരയ്ക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ എഴുതിയതിനു ശേഷം 2 സ്ഥാനം വെച്ച് ഇതിനെ തിരിക്കണം, അല്ലെ? എവിടെ നിന്ന്? റൈറ്റ് സൈഡിൽ നിന്ന്. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് ഞാൻ പുറം കൊടുത്തു. ഇവിടെ നമുക്ക് എത്ര കിട്ടി? 13 കിട്ടി. ഒരു സംഖ്യ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13 അത് കുറവോ ആയ സംഖ്യ കിട്ടണം. അപ്പൊ നമുക്ക് അഥവാ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണം. നമുക്ക് എടുക്കാൻ പറ്റുന്ന 3 into 3 9. 4 എടുത്താൽ 4 into 4 15 വരും. ഇവിടെ 13 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് 3 ആണ്. ഓർത്തിരിക്കുക, 3 എടുക്കുന്നതിനുള്ള കാരണം ഇതാണ്. 3 into 3 ഇവിടെ എടുക്കുന്ന ഏതാണോ അത് തന്നെ ഡിവിഷനിൽ എഴുതണം. അപ്പൊ 3 into 3 എത്ര വരും? 9 വരും. ഇനി ഞാൻ ചെയ്യുന്നത് ഈ 13 നിന്ന് 9 കുറയ്ക്കും. 9 പോയാൽ എത്രയാകും? 4 ആകും. ഇതിന്റെ ഇരട്ടി ഇവിടെ ഈ അടുത്ത 2 സ്ഥാനം താഴെ കഴിഞ്ഞ് ഇരട്ടി എഴുതി. എത്രയാണ്? 69 ആണ്. ഈ കിട്ടിയിരിക്കുന്ന ഏതാണോ അതിന്റെ ഇരട്ടി അഥവാ അതിന്റെ 2 കൊണ്ട് ഗുണിച്ചാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. 2 into 3 എത്ര വരും? 6 വരും. നിങ്ങൾ ഇനി നോക്കുക, 6 കിട്ടിക്കുന്നില്ല. 6ന്റെ റൈറ്റ് സൈഡിൽ ഒരു സംഖ്യ ചേർത്തിട്ട് അതേ സംഖ്യ തന്നെ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ ഇവിടെ 469 അത് കുറവോ കിട്ടണം. അപ്പൊ നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്നത് 9 ആണ്. ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്പിൾ ചെയ്താൽ റൂട്ട് ബേസിൽ 9 വരും. 3 into 3 9 ആയിരിക്കും. ഇനി ഒരു സംഖ്യ ഉണ്ട്, ഏതാന്നല്ലേ? 7 into 7 49. അവിടെയും നമുക്ക് എത്ര വരും? 9 വരും. അപ്പൊ നമുക്കിവിടെ 3 ചേർത്ത് കഴിഞ്ഞാൽ വരത്തില്ല എന്നുള്ളത് ഏകദേശം ഒരു ധാരണ വെച്ച് നമുക്കറിയാം. 3 ആണ് 63 ആണ്. 63 into 3 എന്ന് പറയുമ്പോഴത്തേക്ക് 189 എടുത്തുള്ളൂ, അടങ്ങിയില്ല. അതുകൊണ്ട് ഞാൻ 7 ചേർത്ത് നോക്കുകയാണ്. നോക്കുക, 6ന്റെ വലതുഭാഗത്ത് ഞാൻ ചേർത്തു. എത്ര ചേർത്തു? 7 ചേർത്തു. 67 into 7 മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക. 7 into 7 49, 9 റിമൈൻഡർ 4, 7 into 6 എത്രയാണ്? 42 പ്ലസ് ദാറ്റ് 4, 46. കൃത്യം വരുന്നുണ്ടല്ലോ. എത്ര ചേർത്തപ്പോൾ? 7 ചേർത്തപ്പോൾ. അതുകൊണ്ട് 7 കൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്തു. എനിക്ക് എത്ര കിട്ടി? 469 കിട്ടി. റിമൈൻഡർ വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 37 ആണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എത്രയാണ്? റൂട്ട് തുറന്ന് എത്ര വരും? 37 വരും. കണ്ടോ? അപ്പൊ ഇതിന്റെ റൂട്ട് 1369 ആണ്. ഞാൻ ഒരു കണക്കൂടെ ഇത്തരം ചെയ്യാം. എന്നിട്ട് പെർഫെക്റ്റ് സ്കോർ അല്ലാത്തത് നമുക്ക് ചെയ്യാം. ഒരു കണക്കൂടെ നമുക്ക് നോക്കാം. ഞാൻ അടുത്ത സംഖ്യ എഴുതുന്നത് 3364 റൂട്ട് കാണാനാണ്. നിങ്ങളുടെ സംഖ്യ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ പല ഇതിന്റെ വോളിയം ഒക്കെ കാണാനായിട്ട് ചോദ്യത്തിനകത്ത് ഇങ്ങനെയൊക്കെ വരും. അപ്പം കുട്ടികൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റിയില്ല, കാൽക്കുലേറ്റർ കേൾക്കാൻ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. എന്താ ചെയ്യുക? അവർ നാളെപ്പാടെ വിഷമിക്കും. പിന്നെ അവരുടെ ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് പോകും. ചിലർ അത് ഉപേക്ഷിച്ച് ചെയ്യുമ്പോൾ അവിടെ വരെ എഴുതിട്ട് പോകും. അപ്പൊ ഇതാണ് 3364. ഞാനത് എഴുതാൻ പോവാണ്. എങ്ങനെയാണ് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക? 3360. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ വലത് ഭാഗത്തിന്റെ അടിസ്ഥാനം വെച്ച് തിരിക്കുന്നു. ഇപ്പൊ ഇത് 33 എന്നുള്ളതിന് ഇതുമായി നമ്പറുമായി 64 എന്നുള്ളതുമായി ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 33 അതിൽ കുറവോ കിട്ടണം. അങ്ങനെയുള്ളത് നമുക്കറിയാം 5 ആണ്. 5 into 5 25. 6 എന്താ? 6 into 6 36. ഇവിടെ 33 ഉള്ളൂ. അപ്പൊ താഴെയുള്ള എടുക്കുന്ന 5 നമുക്ക് എടുക്കാനായിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 5 എടുത്തു. 5 into ഇവിടെയും എത്ര തന്നെ വരും? 5 into 5 25 ആണ്. സബ്ട്രാക്ട് ചെയ്യുക. ഇതിനകത്ത് 33 5 സബ്ട്രാക്ട് ചെയ്യുക. 13 ഇങ്ങോട്ട് കൊടുത്താൽ 13 -5 എന്ന് പറയുന്നത് എത്ര വന്നു? 8 വന്നു.
അടുത്ത 2 പ്ലേസ് കൂടെ ഞാൻ ഇറക്കി എഴുതി. ഡിവിഷൻ ആക്കി ഓരോ പ്ലേസിലായി ഇറക്കി എഴുതുന്നത് ഈ സ്ക്വയർ റൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ 2 പ്ലേസിൽ ഇത് ഒന്നിച്ച് ഇറക്കി എഴുതുന്നത് നോക്കുക. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 64 എഴുതി. ഓക്കെ, ഇനി ഇവിടെ കിടക്കുന്ന ഈ സംഖ്യയുടെ ഇരട്ടി ഇവിടെ എഴുതി. ഇവിടെ 5 ആണ്, ഇവിടെ വരുമ്പോൾ എത്രയാവും? 10 ആവും. അതായത് 5 × 2 ഇവിടെ എഴുതി 10. ഈ 10ന്റെ വലതു ഭാഗത്ത് ഒരു സംഖ്യ ചേർത്തിട്ട് അതുകൊണ്ട് ഗുണിക്കുമ്പോൾ 864 അതിൽ കുറവോ കിട്ടണം. നിങ്ങൾക്ക് ഇതിന്റെ 4 ആണ് വരുന്നത്. 4 കിട്ടണമെങ്കിൽ 2 സംഖ്യകളാണ് വരുന്നത്. 2 × 2 4 വരും. അഥവാ 8 × 8 64. ആ 8 വരാം. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഞാൻ റൈറ്റ് സൈഡിൽ 8 ആണ് കൊടുക്കുന്നത്. കാരണം ഒറ്റ നോട്ട് ഇത് വന്നാൽ കിട്ടും. കാരണം 108 108 ഇട്ടു. 8 ഇവിടെ ചേർക്കുമ്പോൾ ഞാൻ മൾട്ടിപ്പിൾ ചെയ്യുന്ന സംഖ്യ ഇട്ടുകൊണ്ടേ ഉള്ളൂ. 8 8 × 8 64 4 remaining 6 8 × 0 0 plus that 6 വരും. 1 × 8 8. അപ്പൊ എത്ര വന്നു? 8 വന്നു. അപ്പൊ ഞാൻ ഇവിടെയും 8 എഴുതി. 8 × 108 864. കണ്ടോ, നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് റൂട്ട് കിട്ടി. എത്രയാ റൂട്ട്? 68 ആണ്. അപ്പം റൂട്ട് 3364 എത്ര വന്നു? 68 എന്ന് തോന്നുന്നു. കണ്ടോ, അപ്പൊ ഇനി ചിലര് പറയും അപ്പൊ ഇങ്ങനെയുള്ളതിന് നമുക്ക് അപ്പൊ നമുക്ക് ചെയ്തത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അതും നോക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ നേരത്തെ ഒരു കണക്ക് എഴുതിയേക്കാം. റൂട്ട് 50, അതായത് 15 റൂട്ട് 60. ഞാനിത് തുകയാണ്, നിങ്ങൾ നോക്കുക. ഇപ്പൊ ഒരു സംഖ്യ തന്നിരിക്കുകയാണ്. റൂട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾ പരീക്ഷകൾ ഇത് ചെയ്തു വന്നപ്പോ നിങ്ങൾക്ക് കിട്ടിയ റൂട്ട് 50. 15ന്റെ റൂട്ട് എഴുതണം. അപ്പൊ 15ന്റെ റൂട്ടൊക്കെ വലിയ കുഴപ്പമില്ല. കാരണം 15 റൂട്ട് 15 തന്നെ എഴുതി വെച്ചാൽ മതി. പക്ഷെ ഇതുപോലെ അതുകൊണ്ടാണ് പരിസ്ഥിതിയെ ചെയ്യിട്ടാണ്. റൂട്ട് 15 ഇതിന്റെ റൂട്ട് എത്രയാണ്, അഥവാ ഇതിന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ ഞാൻ ഇവിടെ എഴുതുന്നു. ഇതാ 15 നീട്ടി എഴുതുന്നു, ഇതാ ഇതുപോലെ എഴുതുന്നു, നീട്ടി എഴുതുന്നു. 2 സ്ഥാനം ചെയ്തിരിക്കുമ്പോൾ 15 വരെ മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ. 15 ഒരു സംഖ്യ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 അത് കുറവായ സംഖ്യ കിട്ടണം. ഏതാണ് ആ സംഖ്യ? അല്ലെ, അത് നമുക്ക് പെട്ടെന്ന് അറിയാതിരിക്കും. അല്ലെ, 3 എടുക്കാൻ പറ്റുള്ളൂ. 3 × 3 9. 4 എടുത്താൽ 4 × 4 16 വരെ ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ 3 എടുക്കുന്നു. 3 ഇവിടെ ഞാൻ 3 എഴുതുന്നു. 3 × 3 എത്ര വന്നു? 9 വന്നു. 15 × 9 സബ്ട്രാക്ട് ചെയ്യാം. നമുക്ക് എത്ര കിട്ടി? 6 കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ഈ 3യുടെ നേരത്തെ കൊണ്ട് തന്നെ ഈ 3യുടെ ഇരട്ടി എഴുതി 3 × 2 അല്ലെ. 3 നമ്മൾ 2 കൊണ്ട് ഗുണിച്ച് എഴുതി. നമുക്ക് എത്ര കിട്ടി? ഇവിടെ 6 കിട്ടി. ഈ 6ന്റെ വലതുഭാഗത്ത് സംഖ്യ ചേർക്കണം. അതിന് മുകളിൽ എന്തെങ്കിലും ഇറക്കി എഴുതാനുണ്ടോ? ഒന്നും ഇറക്കി എഴുതാനില്ല. നേരത്തെ 2 പ്ലേസ് ഇറക്കി ഇടാൻ പറ്റും. ഇവിടെ അതില്ല. അപ്പൊ പിന്നെ ഇവിടെ എത്ര ചേർത്താലും ഈ 6നേക്കാൾ കൂടുതലാവും. 1 ചേർത്താൽ 61. 61 × 1 61. അപ്പൊ അടങ്ങില്ല. ഈ ഇതിന്റെ വലതുഭാഗത്ത് ഏത് സംഖ്യ ചേർത്താലും ഇതിനകത്ത് അടങ്ങത്തില്ല. അപ്പൊ അടങ്ങത്തില്ല എങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമുക്കറിയാം. ഡിവിഷനകത്ത് ഡെസിമൽ അല്ലെ, പോയിന്റ് കൊടുത്തിട്ട് 0 ചേർക്കും. അപ്പൊ നമ്മൾ ഇവിടെ പോയിന്റ് കൊടുക്കുന്നു. 3ക്ക് ശേഷം 1 പോയിന്റ് കൊടുക്കും. നമ്മൾ സംഖ്യകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 പോയിന്റ് കൊടുക്കുമ്പോൾ 1 0 വെച്ച് കൊടുക്കാനേ പറ്റും. പക്ഷെ റൂട്ട് കാണുമ്പോൾ അങ്ങനെയില്ല. 1 പോയിന്റ് കൊടുക്കുമ്പോൾ 2 0 കൊടുക്കാം. അപ്പൊ ഒരു ഡെസിമൽ പ്ലേസ് ഇവിടെ ഡെസിമൽ കൊടുത്തു, ഇവിടെ നമുക്ക് 2 0 കൊടുക്കാം. അപ്പൊ എത്ര വന്നത്? 600 വന്നു. 600 തോന്നി. ഇനി ഇതിന്റെ വലതുഭാഗത്തൊരു സംഖ്യ ചേർക്കാം. 6ന്റെ വലതുഭാഗത്തൊരു സംഖ്യ ചേർക്കുന്നു. ഇവിടെ 0 വരുന്നതുകൊണ്ട് 0 ചേർത്തിട്ട് കാര്യമില്ല. 0 കൊണ്ട് വിളിച്ചാൽ 0 കിട്ടുന്നു. ഒരിക്കലും വരികയില്ല. പിന്നെ പോലും നമുക്ക് അവിടെ ചേർക്കാൻ പറ്റുന്ന സംഖ്യ ഞാൻ 9 ചേർത്ത് നോക്കുകയാണ്. പെർഫെക്റ്റ് സ്കോർ അല്ലാത്തത് കൊണ്ടാണ്. 9 ചേർക്കുകയാണെങ്കിൽ 69 എത്ര തന്നെ വരും? 9 തന്നെ വരും. 9 × 9 81. 81 1 റിമൈൻഡർ 8. 9 × 6 54. 54 പ്ലസ് ദാറ്റ് 8 52. അപ്പൊ 6000 ആണ്. 600 ആയിട്ട് 21 കിട്ടും. അവിടെ 600 തരികയുള്ളൂ. അപ്പൊ 9 ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി. നമുക്ക് ഇനി അടുത്തത് നോക്കാൻ പറ്റുന്ന 8 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 68. അപ്പൊ ഞാൻ എഴുതുന്നു 68 × 8. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 × 8 64. 64 എത്ര എഴുതി? 4. പിന്നെ എത്ര വന്നു? 6. 8 × 6 48. 48 പ്ലസ് ദാറ്റ് 6. അപ്പം 8 4 4 എഴുതി. ഡിവൈഡ് എത്ര വന്നു? 6 വന്നു. 6 × 8 48. ആ 6 വരുമ്പോ 54 വരും. എത്ര വന്നു? 64 വന്നു അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എഴുതി. എത്ര എഴുതി? 8 എഴുതി. ഇവിടെ ഞാൻ 8 എഴുതി. ഇതിൽ 8 കൊണ്ട് മറ്റൊക്കെ ചെയ്ത് എഴുതി. 8 × 8 എഴുതിയിട്ടുണ്ട്. 500 ആണ്. എത്രയാണ്? 44. നമ്മൾ സബ്ട്രാക്ട് ചെയ്തു. ഇവിടുന്ന് നമുക്കറിയാം കടയെടുക്കാൻ മാത്രം നമുക്കറിയാവുന്നു.
തിരിച്ചു കൊടുക്കുന്ന പരിപാടി നമുക്ക് അറിയത്തില്ല. ഇവിടുന്ന് നമ്മളൊന്ന് കട ഇങ്ങോട്ട് എടുത്ത് 10, 10 നിന്ന് കട ഇങ്ങോട്ട് എടുത്ത്, അപ്പൊ ഇവിടെ ഇനി 5 ഉള്ളൂ, ഇവിടെ 10 9 9 ഉള്ളൂ, ഇവിടെ 10 10 4 പോയിട്ട് എത്ര ഉള്ളൂ? 9 - 4 5 56 എന്ന് വന്നു. ഇനി ഇവിടെ ഇനി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കാം, ഇതിന്റെ ഇരട്ടിയാണ് നമ്മൾ ഇത് എഴുതുന്നത്. കണ്ടോ, ഞാൻ നേരത്തെ ഇങ്ങനത്തെ ഇത് എഴുതിയിരിക്കുന്നത് ആ കിട്ടിയിരിക്കുന്ന സംഖ്യയുടെ ഇരട്ടിയാണ് നമ്മൾ ഇവിടെ എഴുതുക. അപ്പൊ 3.8ന്റെ ഇരട്ടിയല്ല, 38ന്റെ ഇരട്ടിയാണ് നമ്മൾ എഴുതുന്നത്. അടുത്ത സ്ഥാനത്ത് ചെയ്യണമെങ്കിൽ മാത്രം മതി. ഒരു സ്ഥാനത്ത് ശരി ഇതാക്കി എഴുതിട്ട് നമുക്ക് വേണം പോവാം. അപ്പൊ 38ന്റെ ഇരട്ടി എത്രയാണ്? 38ന്റെ ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് 76 ആണ്. എത്രയാണ്? 76. 3.8 അല്ല, ഞാൻ ഒരു പ്രാവശ്യം പറയാം. 38ന്റെ ഇരട്ടിയാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അതിന്റെ ഇരട്ടി ഇവിടെ എഴുതുന്നത്. എന്നിട്ട് ഈ ഡെസിബൽ നേരത്തെ ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് 2 സിംബിൾ ചേർക്കാം. കാരണം അപ്പൊ എത്രയായി? 5600. ഒരു പ്രാവശ്യം പോയി ഇട്ടുകൊണ്ട് വീണ്ടും നമുക്ക് ഇടേണ്ട കാര്യമില്ല. ഡിവിഷൻ മെത്തേഡ് പോലെ അല്ല, ഇവിടെ 2 തുക വെച്ച് ചേർക്കാം. അപ്പം ഇതിന്റെ വലതുഭാഗത്ത് ഒരു സംഖ്യ ചേർക്കണം. അപ്പൊ നമുക്കറിയാം 76ന്റെ വലതുഭാഗത്ത് ഏത് സംഖ്യ ചേർത്താലും 760 പോകുമ്പോൾ വരുന്നുള്ളൂ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ വലതുഭാഗത്തേക്ക് ഞാൻ ഒരു 6 ചേർത്തതാണ്. 6 കൊണ്ട് എനിക്ക് വിളിക്കുന്നു നോക്കുക. അപ്പൊ 6 ചേർക്കുമ്പോൾ 766. 6 into 6 36 6 remainder 3 വീണ്ടും 36 ആ വീണ്ടും കൂട്ടുമ്പോൾ 39 9 remainder 3 42 plus 47 ആണ് 4596 വരും. അവിടെ അത്ര ഉണ്ട്. അപ്പൊ വീണ്ടും അടങ്ങും നമുക്ക് നോക്കാം. പിന്നെ എന്താ മറ്റൊക്കെ ചെയ്യുന്നത് 776ന്റെ വലത് ഭാഗത്ത് ഞാൻ 7 കൂടെ ചേർക്കും. നോക്കുക 7 into 7 49 9 remainder 4 7 into 6 42 plus 4 46 6 വീണ്ടും remainder 4 വന്നു 49 plus 4 62 നോക്കുക 5369 വന്നു. അവിടെ 5600 ആണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ കൂടുതലുണ്ട്. അടക്കത്തില്ല, എന്നാലും നമുക്ക് നോക്കാം അടങ്ങുമോ ഇല്ലയോ. 76ന്റെ വലതുഭാഗത്ത് കൂടെ ചേർക്കുന്നു. അപ്പൊ ഈ ചേർക്കുന്ന ഏതാണ് അതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 7 ചേർക്കുമ്പോൾ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8 ചേർക്കുമ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 into 8 64 ഞാൻ 4 എഴുതി. റിമൈൻഡർ 6 ഉണ്ട്. 6 into 8 48 പ്ലസ് 6 54 54 4 റിമൈൻഡർ 5 56 5 51 അത്ര ഉണ്ടോ അവിടെ ഇല്ല. അപ്പൊ ഈ അടക്കത്തില്ല. നമുക്ക് എത്ര ടൈംസേ വരത്തുള്ളൂ? 7 ടൈംസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 7 ചേർക്കുന്നു. ഇവിടെ 7 ചേർക്കുന്നു. ഈ കിട്ടിയിരിക്കുന്ന ഇവിടെ എഴുതുന്നു 5369. കണ്ടോ, ഇവിടെ വരെ മതി. നമുക്ക് √15 അപ്പൊ നമുക്ക് എഴുതാം √15 എത്രയാണ്? 3.87 നീങ്ങുന്നു. വേണമെങ്കിൽ ഒരു സ്ഥാനം നമുക്ക് അറിയിക്കാം. ഇങ്ങനെ നമുക്ക് പെർഫെക്റ്റ് സ്കോർ അല്ലാത്തതിനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നതാണ്. അതിനകത്ത് കുറച്ചുകൂടെ ഈ കണക്കുകൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് കൂടുതലായിട്ടുള്ളത് ഇടാൻ പറ്റും. ദയവേത് ഓർക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് അറിവുന്ന കുട്ടികൾക്കൊക്കെ നയിച്ചു കൊടുക്കുകയും ചെയ്യരുത്. എന്റെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പല വീഡിയോകളും ഞാൻ പ്രശ്നത്തിലൂടെ ഇരിക്കുന്നുണ്ട്. മാത്സിന്റെ ഓർക്കുക, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ അയച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തീർന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.